നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ, അതായത് പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ്. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവരിൽ നിന്നും പ്രത്യേകമായിട്ടൊരു ഓറ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതായത് അങ്ങനെയുള്ള ആൾക്കാരെ അപരിചിതരായിട്ടുള്ള ആളുകൾ വന്ന് ചിരിച്ചു കാണിക്കുക, അതേപോലെ അവരുടെ വിശേഷങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യുക, അവരുടെ ഫാമിലി മാറ്റേഴ്സ്, ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളെ നിർബന്ധിക്കുക, കുട്ടികൾ, മുതിർന്നവർ, മൃഗങ്ങൾ എന്നിവർ വളരെ വലിയ അടുപ്പത്തോടു കൂടി നമ്മളോട് വന്ന് സഹവസിക്കുക എന്നിവയെല്ലാം പോസിറ്റീവായിട്ടുള്ള ഓറയുള്ളവരുടെ ലക്ഷണങ്ങളാണ്. അതായത് ഭഗവാൻ കുടികൊള്ളുന്നവരുടെ ലക്ഷണങ്ങളാണ്. ഇതെല്ലാം നമുക്ക് എപ്രകാരമാണ് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ വരികയും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കുകയും ചെയ്യുന്നു. നമ്മളെപ്പറ്റി മോശം പറയുന്ന ആളുകൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ലഭിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഉള്ള ഓറയുടെ അഥവാ നമ്മുടെ ദൈവികമായിട്ടുള്ള ഭാവത്തിൻ്റെ ശക്തിയാണ്. ചില ആളുകൾ നമ്മളെപ്പറ്റി മോശം പറഞ്ഞാൽ അത് നമ്മൾ അറിയുകയും അതിനെതിരെ നമ്മൾ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്കതിൻ്റെ കർമ്മഫലം അഥവാ അവർക്കതിൻ്റെ പ്രതിഫലം അപ്പോൾ തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. പോസിറ്റീവ് ഓറയുള്ള ആളുകൾ അവർ ഉപാസിക്കുന്ന ഭഗവാന്റെ പേരിലുള്ള അമ്പലങ്ങൾ, വണ്ടി, ആളുകൾ എന്നിവരെ യാദൃച്ഛികമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ഇടവരുന്നു. അതായത് നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ നമ്മൾ കയറുന്ന ബസ്സിൽ മിക്കവാറും നമ്മൾ മുരുകഭക്തയാണെങ്കിൽ ആണ്ടവൻ, അല്ലെങ്കിൽ ഒരു വേലായുധൻ, വേലിൻ്റെ രൂപം എന്നിവയെല്ലാം കാണുന്നു. അതേപോലെ ഉണ്ണികൃഷ്ണൻ ഭഗവാനെ ആശ്രയിക്കുന്ന ആളുകളാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങൾ, ഗുരുവായൂരപ്പൻ്റെ പേരുകൾ, ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, വസ്തുക്കൾ എന്നിവയെല്ലാം നമ്മൾ കാണുന്നു. ഇതെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ, ദൈവികത നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. ഏതെങ്കിലും തരത്തിൽ വിഷമഘട്ടത്തിലായിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നെല്ലാം ശരിയാകും, എല്ലാം ഓക്കെ ആകുമെന്ന് ഒരാൾ പറയുന്നതായി നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലുള്ള സമയത്തും സാമ്പത്തികമായിട്ട് സമാധാനം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഉള്ളിൽ ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ ദൈവികമായ പ്രഭാവമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.